ഗൈസ്, വെൽക്കം ബാക്ക് ടു നെനീസ് ടെയിൽസ്. പിന്നെ എൻ്റെ കൂടെ ഇൻട്രോ എടുക്കാൻ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ആരേത്? അപ്പം ഹായ് പറ. ഹായ് ഹായ്. അപ്പോൾ ഇതേ നമ്മുടെ ഹന്നു ബേബിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവല്ലേ ഹന്നൂസേ? കേക്ക് വേണ്ടേ? ഹായ്. കേക്ക് വേണ്ടേ കുഞ്ഞിക്ക്? കേക്ക് കട്ടേണ്ടേ? കേക്ക് കട്ടേണ്ടേ? അപ്പോൾ ഞങ്ങളിന്നത് കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ബർത്ത്ഡേ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഇത് ഹന്നുൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ അപ്പോൾ ഇത് ഹനുവിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ ചെറിയ സെലിബ്രേഷനാണ് കേട്ടോ. ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു, പിന്നെ ഫാമിലി വരുന്നു. ജസ്റ്റ് കേക്ക് സെലിബ്രേഷൻ, കേക്ക് കട്ടിങ് ആൻഡ് സെലിബ്രേഷൻ അല്ലേ ഹനൂസേ? അന്വേഷി ദേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ഹന്നൂസിനെ വിഷ് ചെയ്യണം അല്ലേ? അല്ലേ ഹന്നൂട്ടി? ഹന്നൂട്ടി. അപ്പോൾ ഇത് ടാറ്റ പറ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബർത്ത്ഡേ ഗേളിനെ കൊണ്ട് പള്ളിയിലോട്ട് പോകുവാണ്. രാവിലെ കുറച്ച് മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ആളെ ഞങ്ങളിതേ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും കുർബാന തുടങ്ങാൻ വേണ്ടി പോകുമായിരുന്നേ. തിരിച്ചു പോയപ്പോൾ ഓട്ടോയിൽ കയറാമെന്ന് ഓർത്തു. കാരണം ചെന്നിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോയിലാണ് കേട്ടോ പോയത്. പിന്നെ ഹന്നൂട്ടിയുടെ മുഖത്ത് കറക്റ്റ് ബർത്ത്ഡേ ആയപ്പോഴത്തേക്ക് എന്തോ ഒരു സാധനം കടിച്ചിട്ട് ഒരു പാട് വന്നിട്ടുണ്ട്. നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഡോക്ടറിന്. ഇപ്പോൾ മാറി വരുന്നുണ്ട്. ചെന്നപ്പോൾ തന്നെ ഒരു ചൂട് ചായയും കുടിച്ചു കേട്ടോ. ചായയും കുടിച്ചുകൊണ്ട് എല്ലാ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഇതിങ്ങനെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ പിന്നെ ആ സമയത്ത് സ്റ്റോറി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പരിപാടികളിലോട്ട് കടന്നു. ആദ്യം തന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് അതൊക്കെ എല്ലാം തൂക്കാൻ വേണ്ടി തുടങ്ങി. അപ്പം പിന്നെ തോരണം എല്ലാം സാധനങ്ങളെല്ലാം അപ്പനാണ് ഒട്ടിച്ചത്. ഞാൻ ബലൂണെല്ലാം വീർപ്പിച്ച് കൊടുത്തു. അനുവേ ഹന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം അവനെന്തോ മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്ന്. പിന്നെ അമ്മച്ചാണെന്നുണ്ടെങ്കിൽ റൈസ് വെക്കുമായിരുന്നു കേട്ടോ. പിന്നെ കറി അമ്മ അവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റൈസ് അമ്മച്ചിയാണ് കേട്ടോ സെറ്റ് ചെയ്തത്. രാവിലെ തന്നെ കേക്കും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്കും വെച്ചു. പിന്നെ ഇങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ട് ലൈറ്റായിട്ട് സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് അങ്ങനെ വലിയ സെലിബ്രേഷനൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഹന്നു ആണെങ്കിൽ ഫുള്ള് ഓടി നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ബലൂണൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് അമ്മയും ഡാഡയും പിന്നെ ഹനുവിൻ്റെ ആൻറ്റിമാരും എല്ലാവരും വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നേ. അപ്പോൾ ഇതേ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ മമ്മി ഹായ് പറയാം. ഹന്നസ് ഹായ് ഒക്കെ പറയും. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ കാർന്നോത്തി. ഈ വീട് ഭരിക്കുന്ന കാർന്നോത്തി. പിന്നെ അത് ഞാനും ഡ്രസ്സൊക്കെ എല്ലാം മാറ്റി. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അമ്മയും ഡാഡയും കൂടി വന്നിട്ടുണ്ടായിരുന്നേ. അമ്മയും ഡാഡയും ഫസ്റ്റ് എത്തി കേട്ടോ. പിന്നെയാണ് ബാക്കിയുള്ളവർ വന്നിട്ടുണ്ടായിരുന്നത്. അമ്മ നേരെ കിച്ചണിൽ കയറിയിട്ട് സാലഡും കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഹന്നൂസും ഇസുവും മിയ ചേച്ചിയും ഒക്കെ കൂടിയിട്ട് നല്ല കളിയായിരുന്നേ. അങ്ങനെ കളിയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് ഓർത്തു. ഹനുവിൻ്റെ ഫേവറേറ്റ് തീമായിട്ടുള്ള ബട്ടർഫ്ലൈ തീമാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിയും ഹനുവിൻ്റെ ആൻറ്റിയും കൂടിയിട്ട് ഹനുവിനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. Happy birthday to you. Happy birthday to you. Happy birthday dear Hanu. Happy birthday to you. Smile. 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 Thank you.
ചേച്ചി കൊടുക്ക്. പിന്നെ ഇത് മിയയുടെ ഗിഫ്റ്റാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഹന്നു ബേബി, ഗോഡ് ബ്ലെസ് യു ഹന്നു ബേബി എന്നൊക്കെ എഴുതിയിട്ട് ഫോട്ടോയൊക്കെ വരച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടിയിട്ട് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് നോക്കി. നമുക്ക് കറിയായിട്ട് ചില്ലി ചിക്കൻ ആയിരുന്നു കേട്ടോ. അമ്മ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയായിരുന്നേ. അങ്ങനെ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പിന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു മൊമെന്റിൽ. പിന്നെ പിള്ളേരെല്ലാവരും ഭയങ്കര കളിയായിരുന്നേ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിത് അവിടെ കിഴക്കോട്ട് കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. നമ്മുടെ കിഴക്കോട്ട് റോഡ് പണിയൊക്കെ നടക്കുവാണ്. അതുകൊണ്ട് കുറച്ച് നടന്ന് പോകാൻ ഇച്ചിരി പാടാണ്. എന്നാലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ആ സമയത്ത്. നമ്മുടെ കിഴക്കോട്ട് നടന്നു പോയാൽ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ. കുറേ പൊഴിച്ചാലുകളും അങ്ങനെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷെ ഇപ്പം ഇച്ചിരി ഭംഗി കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാനും കുറേ നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടൊക്കെ പോയി. പിന്നെ നമ്മുടെ പിള്ളേർ സെറ്റ് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഹനുവിൻ്റെ കോലം നോക്കിക്കേ, തിരിച്ച് പോകുന്ന ആളുടെ കോലം കണ്ടോ. അങ്ങോട്ട് പോയപ്പോൾ വേറൊരാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കോലമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കുടിച്ച് ഡ്രസ്സിലൊക്കെ മൊത്തമാക്കി ഇപ്പോൾ കഥകളിയുടെ ലുക്ക് പോലെ ആയിട്ടുണ്ടായിരുന്നേ. അവിടെ തന്നെ നോക്കിക്കേ, ബർത്ത്ഡേ ഗേളുടെ കോലം നോക്ക്. പിന്നെ നമ്മൾ കിഴക്ക് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും ചായ കുടിക്കാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നടന്ന് പിന്നെ തിരിച്ച് വന്നപ്പോഴത്തേക്കും എല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് പിന്നെ പിള്ളേർ കുറച്ച് നേരം കൂടി കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. ഹനുവിൻ്റെ ബർത്ത്ഡേയും ആയിരുന്നു. പിന്നെ എല്ലാവരും കൂടി വന്നതുകൊണ്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഡേയും കൂടി ആയിരുന്നേ. അങ്ങനെ പിന്നെ അവർ ആൻറ്റിമാരൊക്കെ പോയി. പിന്നെ ഡാഡി അമ്മയും അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ട് പിന്നെ ലാസ്റ്റാണ് ഡാഡി അമ്മയും പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് ഹന്നൂസ് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് കരച്ചിലായേനെ. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇത്രേ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും എല്ലാവർക്കും വണക്കം.